ഈ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിലൂടെ ഞാൻ ശ്രദ്ധിച്ച ഒരു പദവും ദൃശ്യവുമാണ് ജാതി മതിലുകൾ. ഒരിക്കൽ യേശു കർത്താവ് നടന്നു ക്ഷീണിച്ച് തളർന്ന് ഒരു കിണറിൻ്റെ അരികെ വന്നിരുന്നു. അവിടെ കണ്ട ശമരിയാക്കാരി സ്ത്രീയോട് അല്പം വെള്ളം ചോദിക്കുകയാണ്. ആ സ്ത്രീയുടെ തിരിച്ചുള്ള മറുപടി, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നു. യഹൂദന്മാരും ശമര്യനും തമ്മിൽ സമ്പർക്കമില്ലാത്ത ഒരു വ്യവസ്ഥിതിയിൽ യേശു അവളോട് വെള്ളം ചോദിക്കുകയാണ്. വെള്ളം ചോദിച്ചുകൊണ്ട് ജാതീയതയുടെ കടക്കൽ അതുവരെ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയുടെ മേൽ യേശു കത്തിവെക്കുകയാണ്. സ്ത്രീയെ, എനിക്കാവശ്യം ദാഹജലമാണ്. മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യത്തിനാണ് യേശു പ്രാധാന്യം കൊടുത്തത്. അവിടെ ജാതിയല്ല വിഷയം. അങ്ങനെ ജാതീയതയുടെ മേൽ ശക്തമായി അന്ന് നിന്ന സമൂഹത്തിൻ്റെ പ്രവണതകൾക്ക് വിരുദ്ധമായി വ്യത്യസ്തമായ ഒരു സമീപനം യേശു സ്വീകരിക്കുകയാണ്. യഹൂദന്മാരും ജാതികളും തമ്മിൽ സമ്പർക്കമില്ലാതിരിക്കുമ്പോൾ യേശു പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു നിത്യജീവൻ്റെ ജലം. നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ വ്യത്യാസതയിലല്ല. യാതൊരു വേർതിരിവുകളുമില്ലാതെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. അതുകൊണ്ട് ക്രിസ്തു അവളോട് പറയുകയാണ്, യാതൊരു വ്യത്യാസവുമില്ലാതെ അടുത്തു വരാൻ ഒരു പുതുവഴി നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിൻ്റെ സ്ഥലമേതെന്ന് എനിക്ക് വിഷയമല്ല, നിൻ്റെ ജാതി ഏതെന്ന് വിഷയമല്ല, നിൻ്റെ കളർ എനിക്ക് വിഷയമല്ല, വർഗവർണ്ണങ്ങൾ എനിക്ക് വിഷയമല്ല. അതില്ലാതെ അടുത്തു വരാൻ നിനക്ക് ഭർത്താക്കന്മാർ 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. അവളുടെ മേൽ കടന്ന അപകർഷതാബോധത്തെ ചികിത്സിച്ചുകൊണ്ട്, ജാതീയതയുടെ, ഞാൻ കുറഞ്ഞവളാണെന്നുള്ള ജാതീയതയുടെ അപകർഷതാബോധത്തെ ചികിത്സിച്ചുകൊണ്ട്, അവളുടെ വഴിവിട്ട ജീവിതത്തെ ചികിത്സിച്ചുകൊണ്ട് 2 മേഖലകൾ സ്പർശിച്ച് അവളെ മാറ്റം വരുത്തി, രൂപാന്തരം വരുത്തി യേശു അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിനക്കെൻ്റെ അടുക്കൽ വരാം, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തു വരാം. എനിക്ക് യാതൊരു ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതിലുകളുടെ വേർതിരിവുകളില്ല, സ്ഥലത്തിൻ്റെ യാതൊരു വേർതിരിവുകളുമില്ലാതെ നിനക്കെൻ്റെ അടുക്കൽ വരാം. അതിനുവേണ്ടി ഒരു വഴി ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.